സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗുരുവായൂരപ്പാ ശരണം. ശ്രീഗുരോശ്ചരണാം ഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ഗുരുനാഥാ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത കഥകളിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഷ്ടമസ്കന്ധത്തിൻ്റെ ലക്ഷണം തന്നെ മന്വന്തരമാണെന്ന് നമ്മൾ കേട്ടു. നാലാമത്തെ മന്വന്തരമായ താമസമന്വന്തരത്തിൽ നടന്ന ഗജേന്ദ്രമോക്ഷം എന്ന കഥയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത്. പിന്നീട് അഞ്ചാമത്തെ മന്വന്തരം ദൈവത മന്വന്തരം, ആറാമത്തെ മന്വന്തരമായ ചാക്ഷുഷ മന്വന്തരത്തിലാണ്. ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ കഥ പറഞ്ഞു വരുമ്പോൾ ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നു, ഈ മന്വന്തരത്തിലാണ് ഭഗവാൻ അജിതനായി അവതരിച്ചതും ഒരു കൂർമ്മമായി അവതരിച്ച് പാലാഴി മന്ധരപർവ്വതത്തെ പാലാഴിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ദേവന്മാരെ പാലാഴി കടയാൻ സഹായിച്ചതും അമൃത് നേടിക്കൊടുത്തതും എന്നൊക്കെ ഇങ്ങനെ ചുരുക്കി പറയുന്നു. ഇത് കേട്ടപ്പോൾ അറിയാലോ, പരീക്ഷത്തിന് ഉടനെ വിശദമായി കേൾക്കണം. പരീക്ഷത്ത് ശുകബ്രഹ്മർഷിയോട് പറയും, എനിക്ക് ആ കഥ വിശദമായി കേൾക്കണമെന്ന്. ശുകബ്രഹ്മർഷിക്ക് അതിനേക്കാളും സന്തോഷമാണ്. ശുകബ്രഹ്മർഷിക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നവരോട് അല്ലെങ്കിലും ആർക്കായാലും കഥ പറയാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശുകബ്രഹ്മർഷി അത് ആ പാലാഴി മഥനം കഥ വിശദമായിട്ട് പറയുന്നു. നമുക്കും അതൊന്ന് കേട്ടു നോക്കാം. ഒരിക്കൽ ദേവന്മാർക്ക് ദുർവാസാവ് മഹർഷിയുടെ ശാപം ഉണ്ടായി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദുർവാസാവ് മഹർഷി ദേവലോകത്ത് വന്നപ്പോൾ അവിടെ ഒരു അപ്സര സ്ത്രീ അദ്ദേഹത്തിനൊരു പാരിജാത മാല കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹത്തിന് എന്തിനാ പാരിജാത മാല? ജടയും രുദ്രാക്ഷമൊക്കെ അല്ലേ അദ്ദേഹം ധരിക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും സന്തോഷമായിട്ട് തന്നത് അദ്ദേഹം സന്തോഷമായി സ്വീകരിച്ചു. അപ്പോഴാണ് ദേവേന്ദ്രനെ കണ്ടത്. അപ്പം ദുർവാസാവ് മഹർഷിക്ക് തോന്നി, ഇതിന് പറ്റിയ ആൾ, ഈ പൂമാല ചൂടാൻ പറ്റിയ ആൾ ദേവേന്ദ്രനാണ്. എത്ര ഒരുങ്ങിയാലും മതിയാകുമല്ലോ, അലങ്കാരങ്ങൾ എത്ര ആയാലും മതിയാകാത്ത ആളാണ് ദേവേന്ദ്രൻ. അപ്പം അതുകൊണ്ട് ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ ഉടനെ അത് ഐരാവതത്തിൻ്റെ മസ്തകത്തിലോട്ട് വെച്ചു. ഐരാവതത്തിൻ്റെ മസ്തകത്തിന് ഭംഗി വരാൻ വെച്ചതാണോ അതോ തൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് പിന്നെ പതുക്കെ എടുത്ത് ചൂടാമെന്ന് വെച്ചതാണോ എന്നറിയില്ല. എന്തായാലും അത് ആനയ്ക്കത് വലിയ ബുദ്ധിമുട്ടായി. എന്താണെന്ന് വെച്ചാൽ നിറയെ വണ്ടുകൾ ഈ പൂവിൽ വന്നിങ്ങനെ ഇരുന്ന് ശല്യം ചെയ്തപ്പോൾ ആനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആന അത് തുമ്പിക്കൈ കൊണ്ട് വലിച്ച് താഴെ ഇട്ടു. എന്നിട്ട് കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു. അങ്ങനെ ആ പൂമാല ചവിട്ടി തേച്ചു. അപ്പോൾ ദുർവാസാവ് മഹർഷി ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ദുർവാസാവ് മഹർഷിക്ക് കോപം വന്നു, നല്ല കോപം വന്നു. ഉടനെ ശപിച്ചു ദേവന്മാരെ, നിങ്ങൾക്ക് ഐശ്വര്യം ഉള്ളതുകൊണ്ടല്ലേ ഇത്ര അഹങ്കാരം, നിങ്ങളുടെ ഐശ്വര്യം എല്ലാം പാലാഴിയിൽ പോയി മറയട്ടെ എന്നും നിങ്ങൾക്ക് ജരാനര ബാധിക്കട്ടെ എന്നും ദുർവാസാവ് മഹർഷി ശപിച്ചു. അപ്പോൾ ശാപമേറ്റു. അതോടെ എല്ലാ ഐശ്വര്യങ്ങളും പോയി, ജരാനരയൊക്കെ വന്നു. ആകെ അവശരായി ദേവന്മാർ. തക്കം നോക്കിയിരുന്ന അസുരന്മാർ വന്ന് ദേവലോകമൊക്കെ പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെ ബുദ്ധിമുട്ടായി. അപ്പം ബുദ്ധിമുട്ടായാൽ ദേവന്മാരെന്തുവാ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലേ. ഭഗവാനെ ആശ്രയിക്കും. അത് അവർക്കുള്ള ഒരു പ്രത്യേക ഗുണമാണ്. എന്ത് കഷ്ടപ്പാട്, എന്ത് വിഷമം വന്നാലും അവർ ഭഗവാനെ ആശ്രയിക്കും. അങ്ങനെ ബ്രഹ്മാവിനോട് പോയി പറഞ്ഞു. ബ്രഹ്മാവും ദേവന്മാരും കൂടി ഭഗവാനെ സ്തുതിച്ചു. സ്തുതിയിൽ പ്രസന്നനായി ഭഗവാൻ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ വീണ്ടും സ്തുതിച്ചു. അങ്ങനെ ഉള്ള സ്തുതിയൊക്കെ കേട്ട് സന്തുഷ്ടനായി ഭഗവാൻ അവരോട് പറയും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പം നിങ്ങൾക്ക് കഷ്ടകാലമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അസുരന്മാർക്കാണെങ്കിൽ നല്ല കാലവുമാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഐശ്വര്യമൊക്കെ പാലാഴിയിലുണ്ടല്ലോ. അപ്പം പാലാഴി കടഞ്ഞാൽ നിങ്ങൾക്ക് അമൃത് നേടിയെടുക്കാം. ആ അമൃത് കഴിച്ചാൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും മാറും, അമരന്മാരായി തീരുകയും ചെയ്യും. പക്ഷേ നിങ്ങളെ കൊണ്ട് ഇപ്പം പാലാഴി കടയാനുള്ള കഴിവൊന്നുമില്ല. പാലാഴി കടയണമെങ്കിൽ കടകോലായി മന്ധരപർവ്വതത്തെ ഉപയോഗിക്കുക, കയറായി വാസുകിയെ ഉപയോഗിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനൊന്നും നിങ്ങൾക്കിപ്പോൾ കഴിവില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, അസുരന്മാരുമായിട്ട് സന്ധി ചെയ്യണം. നല്ലൊരു കാര്യം സാധിക്കാൻ വേണ്ടി
ശത്രുക്കളുമായിട്ട് സന്ധി ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അല്ലെങ്കിലും അങ്ങനെ വേണമല്ലോ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പം ശത്രുതയും പിണക്കവും ഒക്കെ മറന്ന് എല്ലാവരും ഒരുമിച്ച് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ പഴയ പിണക്കം ശത്രുത കൊണ്ട് നടക്കുകയും ചെയ്യാം എന്നൊക്കെയാണ് ഭഗവാനും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ് ഭഗവാനാണ് ഇതാദ്യം പറഞ്ഞു കൊടുത്തത്. ശത്രുക്കളോട് സന്ധി ചെയ്യുക, അത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞാൽ പിന്നെ ശത്രുതയിൽ തുടരുകയും ചെയ്യാമെന്ന്. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പാലാഴി കടയുമ്പം പല സാധനങ്ങളും പൊങ്ങി വരും. അത് അല്ലെങ്കിൽ പിന്നെ അത് തന്നെയല്ല, അസുരന്മാർ ഓരോ അഭിപ്രായമൊക്കെ പറഞ്ഞെന്നും ഇരിക്കും. എല്ലാം അങ്ങ് മിണ്ടാതെ സമ്മതിച്ചു കൊടുത്തേക്കണം. ഓരോ സാധനങ്ങളൊക്കെ വന്നാൽ അതിനകത്തൊന്നും നിങ്ങൾ ആസക്തി കാണിച്ച് ചാടി വീഴുകയും വരുത്. അമൃത് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം സാധിക്കും, തീർച്ചയായും സാധിക്കും എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ പോയി അസുരന്മാരുമായി സന്ധി ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ വഴക്കിട്ടും യുദ്ധം ചെയ്തും ഒക്കെ ഓരോ കാര്യം നേടുന്നതിനേക്കാൾ എളുപ്പം സാമമായിട്ട് അനുനയത്തിൽ കാര്യങ്ങൾ സാധിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. അതുകൊണ്ട് നയത്തിൽ പോയി നിങ്ങൾ അസുരന്മാരോട് കാര്യം പറഞ്ഞ് സന്ധി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിടും ഭഗവാൻ. അവിടുന്ന് ദേവന്മാരും ദേവേന്ദ്രനും ഒക്കെ കൂടെ മഹാബലിയെ കാണാൻ പോകും. മഹാബലിയെ കാണും. മഹാബലിയെടുത്ത് ഇവർ ആയുധങ്ങളൊന്നും ഇല്ലാതെ ചെല്ലുന്ന കാണുമ്പോൾ അസുരന്മാരാദ്യം ആക്രമിക്കാനൊക്കെ വരും. അപ്പം മഹാബലി പറയും, അരുത്, ഒരായുധമില്ലാതെ ഒന്നുവരെ ആക്രമിക്കരുതെന്ന്. അത് കഴിഞ്ഞ് മഹാബലിയോട് സംസാരിക്കും, ഞങ്ങളിങ്ങനെ പാലാഴി കടയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിന് നിങ്ങളും കൂടി സഹായിക്കണം, നമുക്ക് അമൃത് കിട്ടും, അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങളുടെ സഹായം ചോദിക്കാനാവുന്നേ സഹായിക്കണം. അപ്പം മഹാബലിക്കും സന്തോഷമാകും. എന്താണെന്ന് വെച്ചാൽ അമൃത് കിട്ടുമെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇവരെല്ലാവരും കൂടി പോയി, അസുരന്മാരും ദേവന്മാരും ഒക്കെ കൂടെ പോയി മന്ധര പർവ്വതത്തെ കുത്തിയിളക്കി എടുത്തുകൊണ്ട് നടന്നു. അവർ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ച് കാണും, അവർ പിടിക്കട്ടെ എന്ന്. എന്തായാലും കുറച്ചിങ്ങി വന്നപ്പോഴത്തേക്കും മന്ധര പർവ്വതം അവർക്ക് എടുക്കാൻ വയ്യാതെ താഴെ വീണു. അതിൻ്റെ അടിയിൽ വീണ് കുറേ ദേവന്മാരും കുറേ അസുരന്മാരും ഒക്കെ മരിച്ചു പോവുകയും ചെയ്തു. അപ്പം നേരത്തെ തന്നെ ദേവന്മാരെന്തോ ആപത്ത് വന്നാലും ഭഗവാനെ സ്മരിക്കുമല്ലോ, അതവരുടെ ശീലവുമാണ്. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുമുണ്ട്, എന്നെ സ്മരിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്താൽ മതി, എല്ലാം വിജയിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ഭഗവാനെ സ്മരിച്ചപ്പോൾ ഭഗവാൻ വേഗം വന്നു. ഭഗവാൻ ഗരുഡാരൂഢനായി അവിടെ എത്തിയിട്ട് അവിടെ മരിച്ചവരെയെല്ലാം ആ കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചു. ഒരു കൈകൊണ്ട് ആ മന്ധര പർവ്വതം എടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ച് കൊണ്ടുപോയി പാലാഴി തീരത്ത് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അപ്പം മന്ധരപർവ്വതം എടുത്ത് പാലാഴി തീരത്ത് കൊണ്ടുവച്ചത് ആരാ? ദേവന്മാരും അസുരന്മാരുമാണോ അതോ ഭഗവാനാണല്ലേ? ഭഗവാനാണ് പർവ്വതം കൊണ്ടുവച്ചത്. പിന്നെ വാസുകിയോട് ചെന്ന് പറഞ്ഞപ്പോൾ വാസുകിക്ക് അത്ര സമ്മതമില്ലായിരുന്നു. പക്ഷേ അമൃത് കിട്ടുമെന്ന് കേട്ടപ്പം വാസുകിയും സമ്മതിച്ചു കയറാകാമെന്ന്. അങ്ങനെ വാസുകിയും വന്നു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും വാസുകിയെ കയറാക്കി മന്ധരപർവ്വതത്തെ ചുറ്റി അങ്ങനെ പാലാഴി കടയാൻ ആരംഭിച്ചു. പക്ഷേ ഈ താങ്ങൊന്നുമില്ലാതെ ഈ ബലമില്ലാതെയൊന്നും കടഞ്ഞിട്ട് പർവ്വതം താഴോട്ടങ്ങ് പോയി. അപ്പോഴും അസുരന്മാർ മിണ്ടാതെ നിന്നു, താണുപോയി എന്നല്ലാതെ. പക്ഷേ ദേവന്മാർ ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ ഉടനെ തന്നെ പറഞ്ഞു, നമ്മൾ ഗണപതിയെ സ്മരിക്കാതെ വിഘ്നേശ്വരനെ സ്മരിച്ചിട്ട് വേണം എന്ത് കാര്യവും തുടങ്ങാൻ. നമ്മളൊക്കെ അങ്ങനല്ലേ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടെങ്കിൽ ഗണപതി ഹോമം കഴിക്കും. ഗണപതി ഹോമം കഴിച്ചിട്ടേ മറ്റ് പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതുപോലെ ഗണപതിയെ പൂജിക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഗണപതിയെ പൂജിച്ച് പ്രസാദിപ്പിച്ച് കഴിഞ്ഞ് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കൂർമ്മമായി അവതരിച്ച് ആ പാലാഴിയുടെ അടിയിന്ന് തൻ്റെ പുറത്ത് ആ മന്ധര പർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അതാണ് ഭഗവാന്റെ വിശിഷ്ടമായ കൂർമാവതാരം. ഭഗവാൻ അങ്ങനെ ഒരു ആമയായിട്ട് പാലാഴിയിൽ അങ്ങനെ കിടന്നു. മാമയുടെ പുറത്ത് താങ്ങി വെച്ച് മന്ധരപർവ്വതം നിർത്തിയിട്ടാണ് അവർ കടഞ്ഞത്. അപ്പോൾ ഈ കടയുന്നതിന് മുമ്പൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഇവരാദ്യമേ തന്നെ ദേവന്മാരോട് പറഞ്ഞു നമുക്ക് തലയുടെ അവിടെ പിടിക്കാമെന്ന് പറഞ്ഞു. ദേവന്മാർക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു തലയുടെ അവിടെ പിടിക്കാൻ. എന്നാലും തലയുടെ അവിടെ പിടിക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും അസുരന്മാർക്ക് അത് കണ്ടപ്പോൾ അത് ഞങ്ങളെന്തോ വാല് പിടിക്കാനിരിക്കുകയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ ആയപ്പം ദേവന്മാർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ, ഭഗവാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ തല പിടിച്ചു, അവിടെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവ സന്തോഷമായി. അപ്പം അസുരന്മാരുടെ ആഗ്രഹവും നടന്നു. അവർ പോയി തല പിടിച്ചു, ദേവന്മാർ പോയി വാലും പിടിച്ചു. കടയാൻ തുടങ്ങിയപ്പോഴേ എന്താ പറ്റിയേ? ആദ്യം തന്നെ വിഷപ്പുക വന്നു. വിഷപ്പുക വന്നപ്പോൾ ഈ വായുടെ അവിടെ നിന്നവർക്കല്ലേ കൂടുതൽ വരുന്നത്. അവർക്കാ കൂടുതൽ വിഷം കിട്ടിയത്. കുറച്ചൊക്കെ ദേവന്മാർക്കും കിട്ടി. എല്ലാവരും ബോധം കെട്ട് വീഴാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഭഗവാൻ കുളിർമഴ പെയ്യിച്ച്
എല്ലാവരെയും ജീവിപ്പിച്ചു. എന്നിട്ട് ഇവരെത്ര കടഞ്ഞിട്ടും ഒരു ശക്തി അങ്ങോട്ട് വരുന്നില്ല, ഒന്നും കിട്ടുന്നില്ല പാലാഴിയിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്തു ഭഗവാൻ? ഇവിടെ പ്രത്യേകം ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ആ ഒരു മനോഹര രൂപം, അജിതൻ്റെ രൂപം ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. ആ രൂപത്തിൽ വന്നിട്ട് അങ്ങോട്ട് അതായത് ദേവന്മാരുടെ ഭാഗത്ത് 2 കൈയും അസുരന്മാരുടെ ഭാഗത്ത് 2 കൈയും പിടിച്ച് അങ്ങനെ ഭഗവാൻ തന്നെ ആ പാലാഴി ആ മന്ധരപർവ്വതം ഉപയോഗിച്ചങ്ങനെ വാസുകി ഉപയോഗിച്ചങ്ങനെ 2 അറ്റത്തും പിടിച്ച് കടഞ്ഞു എന്ന് പറയുന്നുണ്ട്. അജിതൻ തന്നെ. അപ്പോൾ ആരാ പാലാഴി കടഞ്ഞത്? ദേവന്മാരും അസുരന്മാരും കൂടാണോ ഭഗവാനാണോ? അല്ല, നമ്മൾ ഈ കഥയുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴേ എല്ലാം ശ്രദ്ധിക്കണമല്ലോ. ഭഗവാൻ മന്ധരപർവ്വതം കൊണ്ടിട്ടു, ഭഗവാൻ തന്നെ പാലാഴി കടഞ്ഞു, ഭഗവാൻ കൂർമ്മമായി മന്ധരപർവ്വതത്തെ പൊക്കി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഭഗവാനാണല്ലേ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നേ അർത്ഥമുള്ളൂ. ദേവന്മാരും അസുരന്മാരും കൂടി കടഞ്ഞു. അപ്പോൾ ഈ കടഞ്ഞു വന്നപ്പം ആദ്യം എന്തുവാ വന്നത്? ആലാഹല വിഷം, അതാ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയായി. അത് എവിടെയെങ്കിലും ഒരു തുള്ളി വീണ അവിടെ കത്തിപ്പോകും. അസുരന്മാർ പേടിച്ചു, ദേവന്മാരും പേടിച്ചു. ദേവന്മാർ പേടിച്ച് സംഹാരമൂർത്തിയായ മഹാദേവനെ തന്നെ ആശ്രയിച്ചു. മഹാദേവ, അങ്ങനെ അവരെല്ലാവരും കൂടി പ്രജാപതിമാരും ദേവന്മാരും എല്ലാം കൂടി പോയി മഹാദേവനെ സ്തുതിച്ചു. മഹാദേവനെ സ്തുതിച്ച് ഞങ്ങളെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇതൊരു തുള്ളി ഇവിടെ വീണാൽ ഇവിടെ മുഴുവൻ നശിക്കും, അതുകൊണ്ട് അവിടുന്ന് അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവൻ കൃപയോടെ അവിടെ എത്തി, മഹാദേവിയോടൊപ്പം എത്തി. എന്നിട്ട് പറയും, ഈ പ്രജകളെ രക്ഷിക്കേണ്ടത് എൻ്റെ ജോലിയല്ലേ, അതുകൊണ്ട് ഞാൻ ഈ വിഷം പാനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയും. പാനം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് 2 കൈ കൊണ്ടും മേടിച്ച് അങ്ങനെ ഭഗവാൻ ആ മഹാദേവനത് പാനം ചെയ്യും. അപ്പം ദേവിക്കൊരു പേടിയില്ല. ഭഗവാന്റെ പ്രഭാവം അറിയാവുന്ന ദേവിക്ക് ഭഗവാൻ വിഷം കുടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് പേടിയൊന്നുമില്ല. പിന്നെ ഓരോരുത്തർ കഥയൊക്കെ പറയും പാർവതി കഴുത്തിന് പിടിച്ചു, മറ്റേ ദേവന്മാർ വായ പൊത്തിപ്പിടിച്ചു എന്നൊക്കെ. അതൊക്കെ നമുക്ക് കൗതുകത്തിന് വേണ്ടി ഓരോ കഥകളെന്ന് മാത്രമേ ഉള്ളൂ. ആ ഭഗവാന്റെ പ്രഭാവം അത്രയ്ക്കുണ്ട്. വിഷം കുടിച്ചാലൊന്നും മഹാദേവനൊന്നും സംഭവിക്കുകയൊന്നുമില്ല. അപ്പോൾ വിഷം കുടിച്ചിട്ട് ആ വിഷം കഴുത്തിൽ തന്നെ തങ്ങി നിന്നതാവണം, വയറ്റിലോട്ട് പോയിട്ടുണ്ടാകുകയില്ല, കഴുത്തിൽ തന്നെ തങ്ങി നിന്ന് അങ്ങനെ ഒരു നീലകണ്ഠനായി. ആ കഴുത്തിന് നീലനിറം വന്നതന്ന ആ കാളകൂട വിഷം പാനം ചെയ്ത ദിവസം. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ വിഷം പാനം ചെയ്ത് ദേവന്മാർക്കും അസുരന്മാർക്കും ആ പ്രജകൾക്കൊന്നും യാതൊരു ആപത്തും വരാതെ ഭഗവാൻ രക്ഷിച്ചു. അങ്ങനെ ഭഗവാന്റെ ആ കൃപയെ സ്തുതിച്ചുകൊണ്ട് മഹാദേവനും വിഷ്ണുവും എന്ന് വേണ്ട എല്ലാവരും ആ മഹാദേവനെ സ്തുതിച്ചു. നമുക്കും ആ മഹാദേവനെ ഒരു സ്തുതി പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ കഥകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ മന്ദാകിനി സലിലചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാരമുഖ്യ ബഹുപുഷ്പസുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ ശിവായ ഗൗരീവദനാര വൃന്ദസൂര്യായ ദക്ഷാധ്വരനാശകായ ശ്രീനീലകണ്ഠായ പൃഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ വസിഷ്ഠകുംഭോദ്ഭവഗൗതമാര്യമുനീന്ദ്രദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമഃ ശിവായ യക്ഷസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ അകാരായ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹര ഹര നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ. ശേഷം പാലാഴി മഥനം കഥ അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.